അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് കംപ്ലീറ്റ്ലി ഒരു സൺഡേ ഡേ ഔട്ട് വ്ളോഗാണ്. അതായത് 12 മണിക്കൂർ ഞാൻ എങ്ങനെ സ്പെൻഡ് ചെയ്തു. ഞാൻ ആക്ച്വലി ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലുള്ളവർക്കും അതായത് കൊച്ചിയിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്കും എങ്ങനെ ഒരു 12 മണിക്കൂർ ഡേ ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളതായിട്ടോ കാണിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ് തുടങ്ങിയത്. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ ശരവണഭവനാണ് എപ്പോഴും ചൂസ് ചെയ്യുക ബ്രേക്ക്ഫാസ്റ്റിനായാലും. അതും കമ്പനിപ്പടി ആലുവയിലുള്ള അവിടുത്തെ ഫുഡ് നല്ലതാണ്. അതുകൊണ്ട് നല്ലൊരു നെയ് റോസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങി. ആക്ച്വലി ഞാൻ മാത്രമല്ല പോകുന്നത് കേട്ടോ. നമ്മൾ തമ്പനയിൽ കാണുന്ന പോലെ തന്നെ എൻ്റെ ഫ്രണ്ടും എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ചാണ് കഴിച്ചത്, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞങ്ങൾ മെട്രോയിലേക്ക് പോയി. ഞങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഡേ ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 8:30-ക്കാണേ. ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു ഔട്ടിങ് പോകണം എന്നുള്ളത്. പക്ഷേ അത് നടന്നത് ഈ സമയത്ത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കാണിക്കാനും എനിക്ക് പറ്റി. ഈ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ 90% യൂസ് ചെയ്തിരിക്കുന്നതും മെട്രോ സർവീസസാണ്. അതായത് മെട്രോയുടെ എല്ലാ സർവീസും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ സ്ക്വയർ മാളാട്ടോ. കാരണം വേറൊന്നുമല്ല, നമ്മൾ 10:10 നമ്മൾ മോഹൻലാലിൻ്റെ തുടരും എന്ന് പറയുന്ന മൂവി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ 9:15 തന്നെ എത്തി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട വന്നു. കാരണം സെൻട്രൽ സ്ക്വയർ തുറക്കുന്നത് 9:30, അതും ഷാർപ്പ് 9:30 അവർ തുറന്ന് തരത്തുള്ളൂ. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാരും കൂടി വരാൻ തുടങ്ങി. അപ്പോൾ അവർ നേരത്തെ വന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവരും സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. ഈ പ്ലാനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സിനിമ ഒഴിവാക്കിയിട്ട് ഫോട്ടോ വെച്ച് പിടിക്കാം കേട്ടോ. കാരണം 2.25 മണിക്കൂറുണ്ട് സിനിമ. ആ സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ വെച്ച് ഉൾപ്പെടുത്താം. നമ്മൾ ഫോട്ടോ വെച്ച് എടുത്തിട്ടില്ല. സിനിമ കാണാൻ പോയ സ്ഥിതിക്ക് സിനിമയെക്കുറിച്ച് 2 വാക്ക് പറയാം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിനെ നമ്മൾ എങ്ങനെയാണോ കാണാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ എല്ലാം അതിനകത്തുണ്ട്. എമ്പുരാൻ എന്ന് പറയുന്ന ആ സിനിമ കണ്ടിട്ട് എനിക്കുണ്ടായ ക്ഷീണം ഇതോടുകൂടി മാറിക്കിട്ടി. അത്രയ്ക്ക് നല്ല പടം കേട്ടോ. സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കിനും നല്ലപോലെ വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ലഞ്ച് ടൈമായി. അപ്പോൾ നമ്മൾ MG റോഡിലുള്ള തൊപ്പി വാപ്പ ബിരിയാണിയിൽ പോയി കഴിക്കാമെന്ന് വെച്ചു. ജെയിൻ അവിടുന്ന് നേരത്തെ കഴിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണേ. അപ്പോൾ എനിക്ക് ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റാവുത്തർ ബിരിയാണിയില്ലേ, അതായത് തമിഴ്നാട് സ്റ്റൈല്, ആ ഒരു ടൈപ്പ് ഓഫ് ബിരിയാണി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഡെസേർട്ടും കൂടി പറഞ്ഞു. അവൾ വാനിലയാണ് പറഞ്ഞത്, ഞാൻ സ്ട്രോബെറിയാണ് പറഞ്ഞത്. ബിരിയാണിയൊക്കെ കഴിച്ച സ്ഥിതിക്ക് നല്ല ക്ഷീണം വരും, നല്ല ടയർഡാവും എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ ഈ എൻ്റെ ജേർണിയിലും. ഞങ്ങൾ MG റോഡിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് ഹൈക്കോർട്ടിലേക്ക് പോയത്, അതായത് ഞങ്ങളുടെ നെക്സ്റ്റ് സ്പോട്ട്. ഞങ്ങൾ 2 ആളും ഇത്രയും നാൾ കൊച്ചിയിലുണ്ടായിട്ട് ഞങ്ങൾ ഇതേവരെ യൂട്ടിലൈസ് ചെയ്യാത്ത ഒരു കാര്യം കേട്ടോ ഞങ്ങൾ ചെയ്യാൻ പോണത്. ലോകത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പല ഭാഗത്തു നിന്ന് ആൾക്കാർ വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വീഡിയോ ഇടുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ എന്താ ഇനി പോവുക എന്നുള്ളത്. എങ്കിൽ തൊട്ടടുത്താണ്, വലിയ ദൂരമൊന്നുമല്ല. പക്ഷേ എന്തോ അത് പോകാനുള്ള സൗകര്യം കിട്ടിയില്ല. അപ്പോൾ നെക്സ്റ്റ് സ്പോട്ട് ഏതാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മുടെ വാട്ടർ മെട്രോ. നമ്മുടെ സ്വന്തം, നമ്മുടെ മാത്രം വാട്ടർ മെട്രോ. മെട്രോ റെയിൽ എങ്ങനെയാണോ സെയിം ആണ് നമ്മുടെ വാട്ടർ മെട്രോയും. അത് നമ്മൾ മറ്റേ പാളത്തിലൂടെ പോകുന്നു, ഇത് വെള്ളത്തിലൂടെ പോകുന്നു. അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം എൻ്റെ ഫ്രണ്ട് ജെയിൻ ആണ് കേട്ടോ കൂടെയുള്ളത്. ഞങ്ങൾ മെട്രോയിൽ കയറാൻ വന്നപ്പോഴത്തേക്കിന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കൂടുതലും ടൂറിസ്റ്റാണ്, തമിഴ്നാട് സൈഡിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നു അന്ന് കൂടുതലുണ്ടായിരുന്നത്. പിന്നെ നോർത്ത് സൈഡിൽ നിന്നുള്ളവരും ഉണ്ട്. അപ്പോൾ ഈ ക്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോ കാർഡ് ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ മെട്രോ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ് കേട്ടോ. ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് സൈഡ് സീറ്റ് കിട്ടിയില്ല. പിന്നെ വീഡിയോ എടുക്കാൻ ഞാൻ കുറച്ച് പുറകിലേക്ക് പോയി നിന്നിട്ടാട്ടോ ഈ വ്യൂ എല്ലാം എടുത്തത്. എന്ത് ഭംഗിയല്ലേ കാണാൻ. അത് നല്ല രസം കേട്ടോ, നല്ലൊരു അടിപൊളി യാത്ര കേട്ടോ നിങ്ങൾക്ക് വാട്ടർ മെട്രോയിൽ കിട്ടുക. ഫോട്ടോ വെച്ചിട്ടായിരിക്കും എപ്പോഴും തിരക്ക് കൂടുതൽ. വൈപ്പിനിലേക്കാകുമ്പോൾ തിരക്ക് കുറവായിരിക്കും. പക്ഷേ വൈപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 അവർ ഇടവിട്ട് മാത്രമേ മെട്രോ ഉണ്ടാവാറുള്ളൂ. ഞങ്ങൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറിയത്. ഈ കാത്തിരുന്ന് കിട്ടുന്നതിനൊരു പ്രത്യേക സുഖമെന്ന് പറയില്ലേ, അത് ആക്ച്വലി ഞങ്ങൾക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് വാട്ടർ മെട്രോ തരുന്നത്. ഇനി ആരെങ്കിലും കൊച്ചിയിലുള്ളവരായാലും എക്സ്പീരിയൻസ് ചെയ്യാത്ത പുറത്തുള്ളവരായാലും ശരി, ഒരു വട്ടമെങ്കിലും വന്ന് വാട്ടർ മെട്രോ യൂസ് ചെയ്യണം. ഓഫ് കോഴ്സ് ആ ഒരു ഫെസിലിറ്റി നമ്മൾ യൂസ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം, ഇത് വേറെ ആർക്കും ഇല്ല, നമ്മുടെ പേഴ്സണൽ അഹങ്കാരമാണത്. അപ്പോൾ നമ്മളല്ലേ യൂസ് ചെയ്യുക, വേറെ ആരെക്കാളും മുമ്പേ നമ്മൾ തന്നെ യൂസ് ചെയ്യണം. വാട്ടർ മെട്രോയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളി ഇലക്ട്രിക്കാണ്. ചാർജ് ചെയ്തിട്ടാണ് അത് കംപ്ലീറ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളങ്ങനെ വൈപ്പിലെത്തി. വൈപ്പിൽ നിന്ന് ഞങ്ങൾ വീണ്ടും വാട്ടർ മെട്രോ എടുത്തിട്ട് തിരിച്ച് ഹൈക്കോർട്ടിലേക്ക് പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ തിരക്ക് കണ്ടിട്ട് ഞങ്ങൾ എന്തോ ചെയ്തു, ബസ്സിൽ നമ്മൾ ഹൈക്കോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പ്രൈവറ്റ് ബസ്സിലാട്ടോ പോയത്. ഞങ്ങൾ കംപ്ലീറ്റ്ലി പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്.
ഹൈക്കോർട്ടിൽ ചെന്നപ്പോഴത്തേക്കിനാണ് ഞങ്ങളുടെ അടുത്ത ലിസ്റ്റിലില്ലാത്ത ഒരു കാര്യം ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ മെട്രോയുടെ എല്ലാ സർവീസും യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. ഞങ്ങളുടെ ഭാഗ്യം പോലെ ഹൈക്കോർട്ടിൽ നമ്മുടെ മെട്രോയുടെ കണക്റ്റ് കിടപ്പുണ്ട്, അതായത് മെട്രോ കണക്റ്റ് ബസ്സില്ലേ അതുണ്ടായിരുന്നു. അതിൽ കയറിയിട്ട് ഞങ്ങളൊരു റൗണ്ടാണ് കേട്ടോ അടിച്ചത്. അതായത് ഹൈക്കോർട്ടിൽ നിന്ന് കയറിയെങ്കിൽ പോലും ഞങ്ങൾക്ക് എം ജി റോഡിൽ നിന്ന് ടിക്കറ്റ് ഇട്ടിട്ട് തിരിച്ച് റൗണ്ട് ചെയ്ത് എം ജി റോഡിൽ എത്തുന്ന രീതിയിലാണ് ഞങ്ങൾ മെട്രോ കണക്റ്റിൽ കയറിയത്. ഈ പറയുന്ന മെട്രോ റെയിലും വാട്ടർ മെട്രോയും മെട്രോ കണക്റ്റും ഇതെല്ലാം പോകുന്ന സ്ഥലം വേറെയാണേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ എല്ലാം ഫെസിലിറ്റി ഒരേപോലെ തന്നെയാണ്. കംപ്ലീറ്റ്ലി നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും, നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ഈ ട്രാവലിൽ. നന്നായിരുന്നു. അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റും അവൈലബിൾ ആട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ എം ജി റോഡിൽ ഇറങ്ങി എം ജി റോഡ് മെട്രോ പിടിച്ച് നേരെ ലുലുവിലെത്തി. ആദ്യം നമ്മൾ നീൽക്കമൽ ഹോംസിൽ കയറി. ഒരു കാര്യം ഉണ്ടായില്ല, ജെയിൻ ഒരു ചെടി നോക്കാൻ വേണ്ടി കയറിയതാണ്. പക്ഷേ ചെടി ഒഴിച്ച് ബാക്കി അവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നമ്മൾ ചെടി നോക്കാനാണ് കയറിയത്, എങ്കിൽ നോക്കിയിട്ട് വന്നു. അപ്പം ജെയിന് ഇഷ്ടപ്പെട്ട ടൈപ്പ് ഓഫ് ചെടികളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഒന്നും വാങ്ങിയില്ലെങ്കിൽ പോലും അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം കണ്ടിറങ്ങാൻ നല്ലതാട്ടോ. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നതാണ് സ്റ്റാർബക്സ്. എല്ലാ അലഞ്ഞു തിരിയലിന് ശേഷവും വന്ന് പീസ്ഫുള്ളായിട്ട് നമുക്ക് ഇരുന്ന് കോഫി കുടിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ സ്റ്റാർബക്സ്. എല്ലായ്പ്പോഴും നമുക്ക് പറ്റിയില്ലെങ്കിലും വർഷത്തിൽ 1-2 വട്ടമെങ്കിലും സ്റ്റാർബക്സിൽ കയറുന്നത് നല്ലതാണ്. എല്ലാം ലൈഫിലൊരു എക്സ്പീരിയൻസ് ആണല്ലോ, നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. ഒരു 6:30 കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ലുലുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് നമ്മുടെ ഈ ഡേ ഔട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ ടയേർഡ് ആയിരുന്നില്ല, ഒട്ടും നമ്മൾ അലഞ്ഞ ഒരു ഫീലോ അലച്ചിലുണ്ടായിരുന്നു നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയും അടിപൊളിയായിട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്താൽ പോയത്. 7:13 ആയപ്പോൾ നമ്മൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷനിലെത്തി. നമ്മൾ അവിടുന്ന് മെട്രോ എടുത്ത് കമ്പനിപ്പടി എത്തി ഒരു 7:30 ആയപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡേ ഔട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു.